രംഗത്തും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിലും കരുത്തുറ്റ പ്രവർത്തകനായി നിറഞ്ഞു നിന്ന വ്യക്തിയാണ് കണ്ടല്ലൂർ സുധീർ. പൊതുജീവിതത്തിൽ 50 വർഷം പിന്നിടുന്ന കണ്ടല്ലൂർ സുധീറിനെ ജന്മനാടും ശ്രീനാരായണ സഹോദര ധർമ്മവേദിയും ചേർന്ന് ആദരിക്കുകയാണ്. ആദരം സുധീരം എന്ന് പേരിട്ടുകൊണ്ട് കണ്ടല്ലൂരിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള പ്രമുഖർ പങ്കെടുക്കുമെന്ന് വവ്വാക്കാവിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. മാന്യ മീഡിയ പ്രവർത്തകരെ, പൊതുപ്രവർത്തന രംഗത്ത് വിശേഷിച്ച് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ കരുത്തുറ്റ പ്രവർത്തകനായി നിറഞ്ഞു നിന്ന വ്യക്തിയാണ് ശ്രീ കണ്ടല്ലൂർ സുധീർ. പൊതുജീവിതത്തിൽ 50 വർഷം പിന്നിടുന്ന അദ്ദേഹത്തെ ജന്മനാടും ശ്രീനാരായണ സഹോദര ധർമ്മവേദിയും ചേർന്നു ആദരിക്കുന്നു. ഈ ആദരവിന് ആദരം സുധീരം എന്നാണ് പേരിട്ടിരിക്കുന്നത്. പ്രസ്തുത ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടി ഒരു സോവനിയറും ഒരു ഷോർട്ട് ഫിലിമും റീൽസും പ്രകാശനം ചെയ്യുന്നുണ്ട്. കൂടാതെ പത്മശ്രീ കൊല്ലകൽ ദേവയമ്മയെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ഈ പ്രൗഢവേദിയിൽ അനുമോദിക്കുന്നു. സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ആദരം സുധീരം എന്ന ഈ പരിപാടി കണ്ടല്ലൂരിൽ വെച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സാഹസംഘം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. സാഹസംഘം രക്ഷാധികാരികളായി ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികൾ, ശ്രീമദ് ശുഭാനന്ദ സ്വാമികൾ, ശ്രീ ഗോകുലം ഗോപാലൻ, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, അഡ്വക്കേറ്റ് K ഗോപിനാഥൻ, പുനലൂർ സോമരാജൻ, ശ്രീ സൗത്ത് ഇന്ത്യൻ വിനോദ്, ശ്രീ കണ്ടല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽകുമാർ, സാഹസം ചെയർമാനായി ശ്രീ N പ്രഹ്ലാദൻ, വർക്കിംഗ് ചെയർമാനായി സർവശ്രീ ഇടമ്പലത്ത് രാധാകൃഷ്ണൻ, MK സുധാകരൻ, ഭുവനേന്ദ്ര പണിക്കർ, ജനറൽ കൺവീനറായി ശ്രീ P ഭദ്രൻ, ട്രഷറർ ശ്രീ സുരേഷ് ബാബു ഈരിക്കൽ, കോർഡിനേറ്റർ ശ്രീ KS ആനന്ദേന്ദ്രൻ, വൈസ് ചെയർമാൻമാരായി ശ്രീ MH വിജയൻ, ശ്രീ PN രമേശൻ, ശ്രീ മുതുകുളം ശശികുമാർ, ശ്രീ KK പ്രശാന്ത് സന്യാൽ, ശ്രീ ES റോയ്, ശ്രീ KS സുപ്രഭൻ, ശ്രീമതി ചന്ദ്രിക ഗോപിനാഥ്, ശ്രീമതി നളിനി ബാബു, ശ്രീമതി സുരേഷ് വില്ലിത്ര, ശ്രീ PG മനോഹരൻ, സോവിനിയറ്റ് ചെയർമാൻ ശ്രീ അശോക് രാമാനുജൻ, കൺവീനർ ശ്രീ നന്ദകുമാർ, പബ്ലിസിറ്റി ചെയർമാൻ ശ്രീ കണ്ടല്ലൂർ മോഹനൻ, കൺവീനർ ശ്രീ രമേശ് കുമാർ, കൺവീനർ ശ്രീമതി ഷീബ ശ്യാം, ശ്രീമതി അജിത മിഥുൻ, ശ്രീമതി KK ഡാനിയ എന്നിവരെയായി തിരഞ്ഞെടുത്തു സാഹസംഘം രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സാഹസംഘം രൂപീകരിച്ചു സുധീറിന് ആദരവ് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് വേണ്ട ഒരു പ്രത്യേകതയുണ്ട്. കായംകുളത്ത് പ്രഗത്ഭരായ ഉന്നതരായ ഒരുപാട് വ്യക്തികൾ അവരുടെ പ്രവർത്തനം കഴിഞ്ഞ് മൺമറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇവരാരും ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരാദരവ് കൊടുക്കാൻ ഈ ജന്മനാടോ അവർ കടന്നു പോകുന്ന സംഘടനയോ തയ്യാറായിട്ടില്ല. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാദരവ് കൊടുക്കുന്നതാണ് ഉത്തമം എല്ലാവർക്കും എന്ന് തോന്നിയുകൊണ്ടാണ് ഞങ്ങൾ സുധീറിന് ഈ അവസരത്തിൽ തന്നെ ഒരാദരവ് കൊടുക്കാൻ തീരുമാനിച്ചത്. അതിൽ കായംകുളത്തെ മുൻപറഞ്ഞുപോയ ഒത്തിരി പ്രമുഖരുണ്ടായിരുന്നു. ശ്രീ PK കുഞ്ഞുസാഹിബ്, തച്ചടിയിൽ പ്രഭാകരൻ, MK ഹേമേന്ദ്ര വക്കീൽ, കാർട്ടൂണിസ്റ്റ് ശങ്കർ, ഗ്രാമ ജഡ്ജി BN ശങ്കർ, അഡ്വക്കേറ്റ് K ഭാനു HMLA, തുണ്ടത്തി കുഞ്ഞികൃഷ്ണപിള്ള, ഇവരെല്ലാം മൺമറഞ്ഞു പോയി. ഇവർക്ക് ആർക്കും ജീവിച്ചിരിക്കൽ ആദരവ് കൊടുക്കാൻ ആരും തയ്യാറായില്ല. ഈ സന്ദർഭത്തിൽ ഇനിയെങ്കിലും ഒരു ആദരവ് കിട്ടുമെങ്കിൽ അവർ ജീവിച്ചിരിക്കുക തന്നെ ആകണമെന്ന് ഉള്ള ഒരാഗ്രഹം കൂടി ഞങ്ങൾക്കുള്ളത് സുധീറിന് ഈ കാലഘട്ടത്തിൽ തന്നെ ആദരവ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് സുധീർ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന വൈസ് ചെയർമാനാണ്. ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് സൗത്ത് ഇന്ത്യൻ വിനോദ്. അപ്പം അദ്ദേഹം ഇന്ന് പങ്കെടുക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു, പക്ഷേ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഈ കാര്യങ്ങൾ വെച്ച് ഞങ്ങളുടെ സാഹസംഘം മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ പ്രവർത്തനത്തിന് എല്ലാവരുടെയും അനുഗ്രഹാശംസകൾ ഉണ്ടാകണമെന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കണ്ടല്ലൂർ സുധീറിനുള്ള ആദരവിന്റെ ഭാഗമായി ചടങ്ങിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള സുവനീറും ഒരു ഷോർട്ട് ഫിലിമിന്റെ റിലീസും പ്രകാശനവും ചെയ്യുന്നു. കൂടാതെ പത്മശ്രീ കണ്ടല്ലൂർ ദേവകി അമ്മയെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ഈ പ്രൗഢവേദിയിൽ അനുമോദിക്കും. സ്വാഗത സംഘം ചെയർമാൻ എൻ പ്രഹ്ലാദൻ, വർക്കിംഗ് ചെയർമാൻ MK സുധാകരൻ, സുവനിയർ ചെയർമാൻ അശോകൻ രാമാനുജൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.